ഡിസംബർ 20, 20-ാം ദിനം. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം. വചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:14. വിചിന്തനം. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ 2 ലക്ഷ്യങ്ങളാണ് ഈ തിരുവചനം തുറന്നു കാണിക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം നൽകുക, ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം പകരുക, ദൈവത്തിലേക്ക് വിരിയുകയും മനുഷ്യരുടെ ഇടയിലേക്ക് സമാധാനമായി പടരുകയും ചെയ്യുക. സമാധാനം ഒന്നാമതായി സൃഷ്ടിക്കേണ്ടത് മാനവഹൃദയത്തിലാണ്. ഏതു യുദ്ധവും കലാപവും ആദ്യം മനുഷ്യഹൃദയത്തിലാണല്ലോ ആരംഭം കുറിക്കുന്നത്. മനുഷ്യഹൃദയം സമാധാനപൂർണമായാൽ സമൂഹവും സമാധാനപൂർണമാകും. ഭൂമിയിൽ ദൈവമഹത്വം അംഗീകരിക്കുമ്പോൾ നാം സമാധാനത്തിൽ വളരുകയാണ്. പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, അത്യുന്നതങ്ങളിൽ നിനക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുമസിനായി തീക്ഷ്ണമായി ഒരുങ്ങുന്ന സമയത്ത് നിന്റെ മഹത്വം മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ ഏക ലക്ഷ്യം. ഞങ്ങളുടെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത നിന്റെ പ്രിയപുത്രൻ്റെ മഹത്വം അംഗീകരിക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്ന ദൈവപുത്രനും പുത്രിയുമായി ഞങ്ങൾ രൂപാന്തരപ്പെടുകയാണല്ലോ. അതിന് ആവശ്യമായ കൃപാവരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സുഹൃതജപം. ഉണ്ണീശോയെ, എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഉണ്ണീശോയെ, എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഉണ്ണീശോയെ, എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഡിസംബർ 20, 20-ാം ദിനം. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം. വചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:14. വിചിന്തനം. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ 2 ലക്ഷ്യങ്ങളാണ് ഈ തിരുവചനം തുറന്നു കാണിക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം നൽകുക, ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം പകരുക, ദൈവത്തിലേക്ക് വിരിയുകയും മനുഷ്യരുടെ ഇടയിലേക്ക് സമാധാനമായി പടരുകയും ചെയ്യുക. സമാധാനം ഒന്നാമതായി സൃഷ്ടിക്കേണ്ടത് മാനവഹൃദയത്തിലാണ്. ഏതു യുദ്ധവും കലാപവും ആദ്യം മനുഷ്യഹൃദയത്തിലാണല്ലോ ആരംഭം കുറിക്കുന്നത്. മനുഷ്യഹൃദയം സമാധാനപൂർണമായാൽ സമൂഹവും സമാധാനപൂർണമാകും. ഭൂമിയിൽ ദൈവമഹത്വം അംഗീകരിക്കുമ്പോൾ നാം സമാധാനത്തിൽ വളരുകയാണ്. പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, അത്യുന്നതങ്ങളിൽ നിനക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുമസിനായി തീക്ഷ്ണമായി ഒരുങ്ങുന്ന സമയത്ത് നിന്റെ മഹത്വം മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ ഏക ലക്ഷ്യം. ഞങ്ങളുടെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത നിന്റെ പ്രിയപുത്രൻ്റെ മഹത്വം അംഗീകരിക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്ന ദൈവപുത്രനും പുത്രിയുമായി ഞങ്ങൾ രൂപാന്തരപ്പെടുകയാണല്ലോ. അതിന് ആവശ്യമായ കൃപാവരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുകൃതജപം. ഉണ്ണീശോയെ, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഉണ്ണീശോയെ, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഉണ്ണീശോയെ, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ.